അവിടുന്ന് സന്തോഷം തോന്നി. ലാലേട്ടൻ കേട്ടല്ലോ, ലാലേട്ടന് നല്ല എന്താ പറയാ, നന്നായിട്ട് ആസ്വദിച്ച ആ പാട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ കണ്ണടച്ചാ പാടിയുണ്ട്, കണ്ണടച്ച് കിടക്കുന്ന കണ്ടുകൊണ്ട്. സോ റീ എൻട്രി അടിപൊളിയായിരുന്നു. അമ്മമാരും ചേച്ചിമാരും കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് കാരണം നമ്മളെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്. സോ എനിക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഫാൻസ് എന്നല്ല, അവരെന്റെ എല്ലാമാണ്. ഫാൻസ് ഞാൻ പറയാറില്ല, എന്റെ എല്ലാമാണ്. എന്തായാലും ഹാപ്പിയാണ്. സീസൺ കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, എല്ലാവരും അവരവരുടെ സ്വന്തം ലൈഫിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ സമാധാനം ഉണ്ടാവട്ടെ. അവസാനം ഇതുപോലെ ഈ റീ എൻട്രിയിൽ കയറിയവർ പലരും അനുമോളെ കോർണർ ചെയ്തായിട്ട് തോന്നി. അതായത് ആ ഷോയെ ഒരു എന്റർടൈനർ ആയിട്ട് കൊണ്ടുപോകാതെ റീ എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു റീയൂണിയനാണ്, അതൊരു റീ എൻട്രി ആണ്. അവിടെ നമ്മൾ വന്നിട്ട് ഗെയിം കളിക്കാനായിട്ട് പറ്റില്ല, മാസാവാൻ വന്നിട്ട് കാര്യമില്ല. കാരണം കപ്പ് കിട്ടില്ല. പല ആൾക്കാർക്കും നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല. കിട്ടുന്ന സെക്കൻഡ് ചാൻസ് നമ്മളത് നല്ല രീതിയിൽ നോക്കും ഒരു പരിധി വരെ. കാരണം എല്ലാവരും കൂടി ഒരാൾ ഒറ്റക്കിട്ട് ആക്രമിക്കുമ്പോൾ അത് ഫെയർ അല്ലല്ലോ. അക്ബർ കപ്പടിക്കാഞ്ഞതിൽ സങ്കടമുണ്ടോ? സങ്കടമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാര്യം അക്ബർ അത് അവന് നല്ല ഗെയിമറാണ്, നല്ല മൈൻഡ് ഗെയിമറാണ്, എല്ലാ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കപ്പിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, കാര്യം എൻ്റെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട്. സോ എന്നാലും കുഴപ്പമില്ല, അവൻ ഇവിടം വരെ എത്തി. ഇനിയും ഒരുപാട് നല്ല നല്ല ഉയർച്ചകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹത്തിന് മാത്രമല്ല, ബിഗ് ബോസിൽ ഈ സീസൺ 7 ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ഉണ്ടാവും. തീർച്ചയായും പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ. അനുമോളുടെ വിജയം PR മൂലം കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെ, അവരോടെന്താ പറയുക? അങ്ങനെയല്ല, PR ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മത്സരിക്കാൻ വരുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവരവരുടെ ഹോപ്പ് നേടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഗെയിം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിൽ തന്നെ വിളിച്ചു. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. എന്നെപ്പോലെ മാത്രമല്ല, ബാക്കി എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. അപ്പം ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, വ്യക്തിപരമായി തീർക്കാതിരിക്കുക. ഈ PR ചെയ്യുന്ന സ്ഥിരം പരിപാടി വീട്ടിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ആ വ്യക്തിയെ അവമാനിക്കുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെയിലി നിർത്തണം. എന്നിട്ട് വളരെ സീരിയസ്, നമ്മൾ സിനിമയിലൊക്കെ പ്രൊമോഷൻ ചെയ്യാറില്ല, നമ്മുടെ സിനിമ വിജയിക്കാനൊക്കെ, അതുപോലെ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം, വാങ്ങി കൊടുക്കും. പക്ഷേ ആരെയും ഉപദ്രവിക്കുന്ന പോലെ, ആരെയും ചെയ്യുന്ന പോലെ അറിയില്ല. ഒരിക്കലും തോന്നില്ല. ഇങ്ങോട്ടേ പറഞ്ഞിട്ടല്ലേ നമ്മൾ തിരിച്ചു പറഞ്ഞത്. എന്റെ ചാച്ചനെ പറഞ്ഞു, ചാച്ചന്റെ ജോലിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. പുറത്തൊന്നും പറഞ്ഞു, അകത്തൊന്നും പറഞ്ഞു. സോ അതിന് ഞാൻ മറുപടി കൊടുത്തു. അത് കൂടിപ്പോയെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. ആരാണെങ്കിലും നിങ്ങളൊക്കെയാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്. ഇതിനപ്പുറമായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാരുടെ അപ്പന്റെ മകളാണ് ഞാൻ. എന്റെ അപ്പന്റെ ജോലിനെ പറഞ്ഞ് എനിക്ക് കൊള്ളും. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു. പിന്നെ എനിക്ക് ഇല്ല ചേട്ടാ, ഇല്ല. അനുമോൾ ഒറ്റൊരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പാനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അതിനെ ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അനു അത് ക്ലിയർ ചെയ്തു. അനു അംഗീകരിച്ചു. അനു അങ്ങനെ ചുമ്മാ എനിക്ക് അങ്ങനെ തോന്നില്ല. അല്ലെങ്കിൽ അനുവിന് നല്ല വോട്ട് ഉണ്ടായിരുന്നല്ലോ.
അയ്യോ അത് തോന്നൽ മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനു ആയിരിക്കും PR ചെയ്തത്. എല്ലാവർക്കും ചെയ്യാറുണ്ടല്ലോ, പക്ഷേ അങ്ങനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അനുവിന്റെ PR അനു കുറച്ചുകൂടി എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. പിന്നെ PR ഉള്ളത് നല്ല, എനിക്ക് PR ഉണ്ടായിരുന്നില്ല, പക്ഷെ PR കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഇപ്പൊ എന്നെ പോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം. അനുവിന്റെ PR കുറെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇതിനെ റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം അനീഷയുടെ നല്ലപോലെ കളിക്കുന്ന ആളല്ലേ. ഷാനവാസ് അക്ബർ സുഹൃത്തുക്കളാണല്ലോ, തീർച്ചയായും അവര് ടോപ്പ് 2-ൽ വരാത്തതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതേ പറഞ്ഞ ഓരോരുത്തർക്ക് അർഹിച്ച പൊസിഷൻസ് അവരവർ കളിച്ചതിനനുസരിച്ചുള്ള പൊസിഷൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മീൻസ് അനുമോക്ക് അവർ അർഹിച്ച പൊസിഷൻ കിട്ടിയ അനീഷിന് ആ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി കയറി പോയിരുന്നെങ്കിൽ അനീഷ് ലാസ്റ്റ് വീക്കിൽ ഇച്ചിരി പിന്നെ ഡൗൺ ആയി എന്നത്, ഡൗൺ അല്ല അധികം വിസിബിൾ അല്ലായിരുന്നു എന്നുള്ളത് അതൊക്കെ പറ്റുകയാണ്. അതുകൊണ്ടായിരിക്കും, അല്ലാതെ 3ാം സ്ഥാനം കിട്ടിയത് 4ാം സ്ഥാനം കിട്ടിയത് എല്ലാം ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ. PR കൊടുക്കാത്തവർക്ക് മാത്രമാണ് അനുമോളെ ഇത്രയും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ അധികാരമുള്ളൂ. കാരണം എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാരും PR കൊടുത്തിട്ടാണ് അവരെ കുറ്റം പറഞ്ഞത്. പിന്നെ അവരുടെ PR പലരുടെയും അക്കൗണ്ടിൽ കയറിയിട്ട് അവരുടെ വ്യക്തിഹത്യ ചെയ്തു, ക്യാരക്ടർ അസസിൻ ചെയ്തു എന്നതിൻ്റെ ഒരു പേരിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ടാണ് അവർക്ക് പലർക്കും വെൻഡറ്റ വന്നത്. ഐ മീൻ പ്രതികാരദാഹം വന്ന് വരികയും അകത്തി വന്നപ്പോൾ ഒരു പക്ഷേ അനുമോൾ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. നമ്മളൊക്കെ മനസ്സിലാക്കി യെസ്, അനുമോളുടെ PR വിനു എൻ്റെ ഫ്രണ്ടും കൂടാണ്. വിനു പലവട്ടം എന്നോട് പറഞ്ഞിട്ട് ശരി ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊന്നും കേൾക്കാതിരിക്കാനുള്ള കൂട്ട ആക്രമണമാണല്ലോ. ആരും ആരുടെയും ന്യായങ്ങൾ കേൾക്കില്ല. ഇനിയുള്ള സീസണെങ്കിലും വോട്ട് കൂടുന്ന ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. രണ്ടാമത് ചോദിച്ചെന്ന നമ്മൾ അകത്ത് നിൽക്കുന്ന പോലെ അല്ല പുറത്തുനിന്ന് കാണുന്നത്. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ്. നമ്മൾ ജനങ്ങളെക്കുറിച്ച് ഓർക്കത്തില്ല. ഞാൻ ജനങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഞാൻ അനുമോളെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു, അതവിടെ ക്ലിയർ ചെയ്തു. അനുമോളെ ഞാൻ ഒരു തരത്തിൽ അറ്റാക്ക്, അനുമോളുടെ ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയുള്ളൂ. തൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തന്നെ ചെലുവാരി അറിഞ്ഞവർ ഒരിക്കലും തന്നെ ഹഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് വിശ്വസിച്ച് കൊടുത്തത്. ഞാൻ അങ്ങനെയാണ്. സോ അത് ആദിലെന്ന് പറയും അനുമോളോട് താങ്കൾക്ക് ഒരു ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. അത് ഞാനവിടെ ഇല്ലായിരുന്നു ആക്ച്വലി. അനുമോളും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോകാൻ നേരത്ത് ഞാൻ അനുമോളോട് ചോദിക്കുകയും ചെയ്തു, അനുമോളെ ഇങ്ങനെ എൻ്റെ പൊന്നു ശാരിച്ച് ചെയ്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അനുമോളിന് ഇവിടെ വിന്നർ ആയി കഴിഞ്ഞിട്ട് എന്നെ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞത് ചേച്ചി ഇത് പറഞ്ഞത് ആദിലൂറയാണ്. പക്ഷെ അത് അതിനെന്നോട് സമ്മതിച്ചു. ചേച്ചി ഞങ്ങൾക്ക് തോന്നിയതാണ്, അത് അവരുടെ തോന്നലാണ്. ആ തോന്നലുകൾ പലവട്ടം അവരവിടെ കാണിച്ചിട്ടുണ്ട്. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരെടുത്ത് സ്ട്രാറ്റജി ആവുന്ന അവരെൻ്റെ സോറി പറഞ്ഞു. ദറ്റ് സോറി. നമ്മൾ ആ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരോട് ക്ഷമിക്കണം. എനിക്കും ആദിലൂറയ്ക്കും ഞങ്ങൾ ഫ്രണ്ട്സാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ അവരെ ആക്രമിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അതെ മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിയിലാണ് അവർ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി പോലും അനുമോൾ വിന്നറായതിന്റെ പേരിൽ ഇട്ടിട്ടില്ല. അത് മേ ബി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ അതിൻ്റെ പേരിൽ ഒരാളിങ്ങനെ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവരാരും പാരമ്പര്യ ശത്രുക്കളോ കുടുംബക്കാരായിട്ടുള്ള ശത്രുക്കളോ ഒന്നും അല്ല. ഗെയിമിന്റെ പേരിൽ സംഭവിച്ചു പോയ ശത്രുതകളാണ്. അത് മാറും ഡെഫിനറ്റ്ലി അത് മാറണമല്ലോ. അടുത്ത സീസൺ 8 ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും തിരിച്ച് റീഎൻട്രി എടുത്തു കഴിഞ്ഞപ്പോഴേ അനുമോളെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്തില്ല. അനുമോൾ 16 ലക്ഷത്തിന്റെ PR ചെയ്തു, അതും പറഞ്ഞു ഭയങ്കര കോർണർ ചെയ്യുന്ന പോലെയൊക്കെ. നമ്മളല്ലല്ലോ പറഞ്ഞത്, അവിടെ അനുമോൾ തന്നെയല്ലേ അത് പറഞ്ഞത്. അല്ല, എല്ലാവരും റീഎൻട്രി നടത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതെന്നറിയോ, എൻ്റെ ഒരു പൊസിഷൻ ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതിൽ ഞാൻ നല്ല രീതിയിൽ കളിച്ചു. എന്നെക്കാളും കളി മോശമായിട്ട് കളിച്ച ആൾക്കാർ PR ചെയ്ത് അവിടെ എന്നെക്കാളും കൂടുതൽ നിന്നതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടത്. കാരണം നന്നായിട്ട് കളിച്ച ഒരാൾ അവിടെ PR-ന്റെ ബലത്തിൽ അയാൾ കളിക്കുന്നുണ്ടെങ്കിലും അയാളെ കളിയിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇന്ത്യയോട് ജയിച്ചു അതേപോലെ പ്രഷറാണ് അനുമോൾക്ക് വന്നിട്ടുള്ളത്. PRന്റെ പേരിൽ ജയിച്ച നിങ്ങളൊക്കെ എല്ലാവരും കൂടി ചാർജ് കൊടുത്തില്ലേ? ഞങ്ങളല്ല നിങ്ങൾ ഞങ്ങളെ പറയാം. ഞങ്ങൾ കണ്ടസ്റ്റൻസ് നിങ്ങൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞില്ല, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. PR ഇല്ലെങ്കിൽ ജയിക്കോ, അല്ലെങ്കിൽ PR ആണോ ജയിക്കാതെ ജനങ്ങളാണോ ജയിക്കാതെ? തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. നമുക്കല്ല, നിങ്ങൾ തന്നെ മീഡിയ തന്നെ ഞങ്ങളല്ല മീഡിയക്കാർ തന്നെ പറയുന്നുള്ളൂ PR ജയിച്ചു ജനങ്ങൾ തോറ്റു എന്ന രീതിയിൽ പറയുന്നുണ്ട്. എത്രയോ മാധ്യമങ്ങളെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. സോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. നമുക്ക് ജനങ്ങളുടെ വികാരങ്ങൾ പല മാറി മറിയുന്ന കാലമാണല്ലോ ഇത്. നമുക്കതിലൊന്നും പറയാനില്ല. അനീഷിന് PR ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം 5 വർഷം പഠിച്ച് ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും PR-നെ പറ്റി അനീഷിന് PR ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. എനിക്കറിയില്ല അനീഷിൻ്റെ ഗെയിം. കാരണം അനീഷിന് ഇപ്പോഴും നമുക്ക്
അനീഷ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യത്തെ ഒറ്റ കാര്യം എനിക്കറിയായിരുന്നു, അത് ആദ്യം കണ്ടടച്ച് കിടക്കണത് ഞാൻ കണ്ടു, അത് അനീഷല്ല. ബിക്കോസ് അയാൾ ഒരു റൈറ്ററാണ്, അയാൾ റീഡറാണ്, അയാൾക്ക് ഒരിക്കലും അങ്ങനൊന്നും കാണിക്കാൻ പറ്റും. അതൊരു ആക്ടിംഗ് ആണെന്ന് എനിക്ക് നേരത്തെ തൊട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ പോകെ പുള്ളിയെ ബിഗ് ബോസ് കശക്കി ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി തേച്ചൊരച്ചെടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം പുറത്തു വരുമ്പോൾ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന്. അനിമോളോടുള്ള ലവ് സ്ട്രാറ്റജി ആയെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ലവ് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയത്. അനീഷ് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല, അത് സംഭവിച്ചു ഇല്ല. അത് അനീഷ് പറഞ്ഞത് ആ വിഷയം അവിടെ കഴിഞ്ഞു, അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി, അത് പിന്നീട് അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. അതിലെന്നോട് ഫേക്കാണോ? അതിനൊരു ഫേക്കാണെന്ന് വെച്ചാൽ ഗെയിം അല്ലേ, ഫേക്ക് ഗെയിമേഴ്സ് ഉണ്ടല്ലോ അവിടെ. എനിക്ക് പേഴ്സണാലിറ്റി പറയാൻ പറ്റില്ല ഫേക്കാണെന്ന്. റീഎൻട്രിക്ക് ശേഷം ആദ്യം എഗെയിൻസ്റ്റ് ആയിട്ട് ശരിക്കാണ് ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സെയിം കാര്യങ്ങളാണ് പ്രേക്ഷകരും പറയുന്നത്. അതെ, ഇപ്പം ശരിക്കും ഓൾറെഡി അറിയായിരുന്നു ഇവര് ജെന്യൂൻ അല്ല എന്നുള്ള സംഭവം. ഗെയിമിൽ അവർ ജെന്യൂൻ അല്ല എന്നെനിക്ക് തോന്നിയിരുന്നു, പ്രത്യേകിച്ച് അതിൽ ഗെയിമിൽ ജെന്യൂൻ ആയിട്ട്. കാരണം അവർ ഒരാളുടെ പറയുന്നത് വേറൊരാൾക്ക് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ അനുവിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത്, അനുകൂട്ടത്തിൽ നിന്നവരെ പുറകെ നിന്ന് കുത്തിയിട്ടിരുന്നില്ല. പക്ഷേ ഇവരിൽ അതിലേക്ക് കിട്ടിയൊരു ചീത്തപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനുമോള് ഫേക്കാണ്, അവൾ എന്താ പറയുന്നത് ഭയങ്കര ഡൈ ഹാർഡായിട്ട് അവരെ സ്നേഹിക്കുകയും പിന്നീട് അവരിൽ നിന്ന് ചെറിയൊരു സാധനം വരുമ്പോൾ ഇമോഷണലി അവരത് എന്നെ ചതിച്ചു എന്ന രീതിയിൽ അവരങ്ങനെ ചെന്ന് മറ്റൊരു കണ്ടസ്റ്റന്റിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ അതവിടെ ബാക്ക് സ്റ്റാബിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടത്. പക്ഷെ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്, ഇതും കൂടെ ഇടണാട്ടോ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ശൈത്യ അതുപോലെ തന്നെ തുടക്കം തൊട്ട് അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് സീസണിൽ തുടങ്ങിയത്. പക്ഷേ പിന്നീട് ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു ശത്രുവിനെ പോലെയാണ് മാറിയത്. കട്ടപ്പാന്ന് പേര് ടാഗ് ഇട്ട് കൊടുത്തു. അല്ല, ശൈത്യ എനിക്ക് ഇപ്പോഴും മനസ്സിലായി, ഇപ്പോഴും എനിക്ക് അറിയില്ല ശൈത്യ എന്താണ് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്, എനിക്ക് ഇന്നും അറിയില്ല കേട്ടോ. എനിക്കിന്നും ആ സ്റ്റോറി ശൈത്യക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി ശൈത്യക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനുമോളെ. പക്ഷെ ശൈത്യ കുറേ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യയെ തിരിഞ്ഞു നോക്കില്ല. സ്വാഭാവികമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനുമോൾ അവിടെ നീറ്റായിട്ട് ഫേക്കായിട്ട് കളിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അനുമോൾക്ക് പാചകം അറിയില്ല എന്നല്ലേ അനുമോൾ എന്നോട് പറഞ്ഞു. ഞാൻ അനുമോളിന് വേറെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടല്ലോ, അനുമോൾക്ക് പാചകം അറിയാലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല, അടുക്കളയിൽ കയറാറില്ലെന്നാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അതൊരു കള്ളമല്ലേ? അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട്. കൂടുതൽ ആദില പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട്, ഇതെല്ലാം ഗെയിമാണ്. അക്ബറിന്റെ അവസ്ഥ എന്താ? ഫിനാലെ കഴിഞ്ഞ ശേഷം അക്ബർ എന്തായാലും ടോപ്പ് 3 ഉറപ്പിച്ചു എന്നുള്ള പോലെ ഉറപ്പിച്ചായിരുന്നു. അക്ബർ ഇസ് നൈസ് ജെന്യുവൻ ഹ്യൂമൻ ആയിരുന്നു. അയാൾ ആദ്യത്തെ 50 ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാൾ നല്ല ഒരു മനിതനാണ്. പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക, കളിയാക്കുക, ഡബിൾ മീനിങ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഇതെന്റെ ഡ്യൂപ്പാ കേട്ടോ, ഇതെന്റെ ഡ്യൂപ്പാ, ചേച്ചിയുടെ മോളാണ്. എന്റെ ഡ്യൂപ്പ് ലുധിയാമയാണോ? ഒന്നും മിണ്ടാത്ത എന്താ ചുക്കുറുമണിയല്ലടാ, നീ എന്റെ തക്കുടുവാവയല്ലടാ, എന്താടാ ഒന്നും മിണ്ടാത്ത നമ്മൾ ഗൾഫിനുള്ള ചോക്ലേറ്റ് ഞങ്ങൾക്ക് തന്നോ തന്നോ? ഒറ്റക്ക് തിന്നല്ലേ, ഒറ്റക്ക് തിന്നല്ലേ കള്ള. ഇറങ്ങാം. അപ്പാനി പോയാ? അപ്പാനി എന്നെ അപ്പാനി എന്നെ കൂട്ടാണ്ട് പോയോന്തോ? അടുത്ത പരിപാടി ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇവനാണ് നായകൻ, ഞാൻ നായകൻ അല്ലേടാ. എക്സ്ക്ലൂസീവ് വർക്ക് കിട്ടി. ശരി, ബൈ ബൈ. ഇതിപ്പോ അനുമോൾ അവാർഡ് കിട്ടിയപ്പോഴേ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നു, ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നു. ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് പോസിറ്റീവ് പറയാനുള്ളൂ, എനിക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. എന്തായാലും നെഗറ്റീവ് പറയേണ്ടത് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയതിനെ പറ്റി നമ്മളെന്തിനാ നെഗറ്റീവ് പറയേണ്ട ആവശ്യം? ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. അവള് നല്ലോണം കളിച്ചു, നല്ലോണം കണ്ടന്റ് കൊടുത്തു, ആവശ്യത്തിന് PR കൊടുത്തു, അവള് ജയിച്ചു. എന്താണ്? പക്ഷെ PR കൊണ്ട് മാത്രം ഒന്നും ജയിക്കാൻ പറ്റില്ല. PR വേറെ കൊടുത്തവരുണ്ടല്ലോ, അവരൊന്നും ജയിച്ചില്ലല്ലോ. അവരൊക്കെ പല ആഴ്ചകളിലായിട്ട് അവർക്ക് ഔട്ടായിട്ടല്ലോ. അപ്പോൾ എന്താ അത് PR അല്ലേ? PR കൊടുത്തവർക്കും നിൽക്കാൻ, PR കൊടുത്താൽ മാത്രം പോലെ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണം? പോയി കിടത്തുറങ്ങി കഴിഞ്ഞാൽ കിട്ടൂല. ഇവള് കൊടുത്തു, അവൾ കരയേണ്ടത് കൊടുത്തു, പിന്നെ ചിരിക്കാനുള്ളത് കൊടുത്തു, സൗഹൃദം കൊടുത്തു, അവൾ ഫൈറ്റ് ചെയ്തു, അവൾ ചെറിയ നല്ല മൊമെൻറ്റ്സ് കൊടുത്തു, ക്യൂട്ട് മൊമെൻറ്റ്സ് കൊടുത്തു, ഒരാളുടെ ഒരു ഇഷ്ടം പിടിച്ചു വരുന്ന രീതിയിൽ എക്സ്പ്രഷൻസ് കൊടുത്തു, എല്ലാം കൊടുത്തു. എന്താ ഒരു ഷോയ്ക്ക്, ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് ഇതൊന്നും അല്ലേ ആവശ്യം? ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ കൊടുത്തു. ഷീ ഡിസേർവ് ഇറ്റ്.
തീർച്ചയായും ലാസ്റ്റ് അനീഷിന്റെ ഒരു ലവ് ട്രാക്ക് എന്തായിരുന്നു? റിയൽ ആയിരുന്നു, ഫേക്ക് ആയിട്ടാണോ ചേട്ടൻ ഫീൽ ചെയ്തത്? അത് അനീഷിന് ചോദിക്കണം. എന്ന് വെച്ചാൽ മേ ബി എനിക്ക് തോന്നുന്നത് ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ അവളുടെ ഇതും പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരു ആണിന്റെ മനസ്സിളക്കാൻ ഇതൊക്കെ മതി. ഒരു പെണ്ണിന്റെ സ്നേഹം കൊതിച്ച് നടക്കുന്ന ഒരാളായിരുന്നു നമ്മൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിട്ട് കിട്ടിയത് മുഴുവൻ സ്നേഹമാണ്. അനീഷ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടിയ മുഴുവൻ സ്നേഹം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും അവന് താല്പര്യമില്ലായിരുന്നു. അനീഷ് ആദ്യം ഒറ്റപ്പെടുന്ന നാടൻ കളിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറ്റേണ്ടി വന്നു, അവസാനം മാറ്റാൻ നിർബന്ധിതനായി പോയി. അനീഷ് അല്ല, മാറ്റാൻ നിർബന്ധമൊന്നുമില്ല. അതിനനുസരിച്ച് മാറുന്നതാണോ, ആൾക്കാർ മാറും. എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന ആറ്റിറ്റ്യൂഡൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ ഭയങ്കര ആവേശം തള്ളിച്ചല് ഞാൻ എന്തൊക്കെയൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ഒതുങ്ങി അങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതാണ്. അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ല എന്ന് അനീഷിന് മനസ്സിലായി. ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയറിംഗ് ആയിരുന്നു. ഓക്കെ, മതി കുറച്ചുകൂടി നേരെ ബാക്ക്, അപ്പൊ പിന്നെ സ്പേസും പോവില്ല. ഓക്കെ അല്ലേ? എല്ലാവരുടെയും മൈക്കാണല്ലോ. അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കിട്ടിയ. കാരണം ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ രീതികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്. അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ്. ഈ അനുമോളുടെ കയ്യിൽ ആരട്ടം നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പ്രഷർ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് 100 ദിവസം തികയ്ക്കാന്ന് പറഞ്ഞാൽ 100 ദിവസം തികച്ച 5 പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിലിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ വിന്നറാവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം. ആ സന്തോഷപ്രകടനം എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ഒരു സന്തോഷ കണ്ണീരേ ഇവിടെ പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അനുമോളുടെ ഒരു വിജയത്തെ ഉപയോഗിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നതോടെ ഞാൻ പണ്ടും ബോധേഡല്ല, ഇപ്പോഴും ബോധേഡല്ല. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം, എനിക്ക് പ്രശ്നമില്ല. ഈ അനുമോളില് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത്? കറക്റ്റ് ആയിട്ട് നിൽക്കുന്നതോ? അതായത് അനുമോളുടെ ഗെയിമാണ് കറക്റ്റ്, ജെനുവിനാണെന്ന് തോന്നുന്നത്. അനുമോളുടെ ഗെയിമാണ് കറക്റ്റ്, വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളോട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി. ഞാൻ ഇടപെട്ടു. ഞാൻ അനുമോളുടെ ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം വളരെയധികം ക്ലോസ് ആയിട്ട്. ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുണ്ടാവില്ല. എനിക്ക് എൻ്റേതായ ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. പക്ഷേ റീ എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടിവേറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് അതിന് ശരികേട് തോന്നി. ഞാൻ ഇടപെട്ടു, അത്ര ചെയ്തു. ഈ റീ എൻട്രിയിൽ ട്രെൻഡിങ് ആയത് ലക്ഷ്മിയുടെ റീ എൻട്രിയാണ്, മീൻസ് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? ശൈത്യമൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? എനിക്ക് വേറൊരാളുടെ കാര്യം അറിയത്തില്ല. റീ എൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യാതിരുന്നത് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ശൈത്യയുടെയും വിൻസിയുടെ ഒക്കെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ടിംഗ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അതിനകത്തിപ്പോൾ അവർ വീടിനുള്ളിലിരിക്കുന്ന ആൾ പുറത്തെ ഒരു കാര്യവും അറിയാതെയാണ് അതിനകത്ത് ജീവിക്കുന്നത്. പുറത്തെ കാര്യങ്ങൾ അവർക്ക് ഇനി ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല. അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച്? അതുകൊണ്ട് അതെന്താ ചെയ്തെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഈ അനീഷ് ചേട്ടൻ സെക്കൻഡ് ആയാലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നി? ബുദ്ധിമുട്ടില്ലാതെ വോട്ടിങ്ങിനനുസരിച്ചാണല്ലോ. വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് വോട്ടിംഗ് വരുന്നത്. ആൾക്കാരുടെ സ്നേഹം, ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ സ്നേഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പോൾ അതിനകത്ത് യാതൊരു ഇതുമില്ല. ഫേക്കാണോ? അതിൽ അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാവരും ഗെയിം അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഈ നൂറുടെ ഒരു അവസരം അതിൽ നഷ്ടപ്പെടുത്തി തോന്നുന്നുണ്ടോ? ഗെയിം കഴിഞ്ഞു, ഞാനത് ഗെയിം ഒരാളാ, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഫേക്ക് ആണോ ഇന്ന ആൾ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. കുറച്ച് ഞാനൊരു ഹോണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത്, മൂക്ക് ഒത്തിരി നീണ്ട നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കരുത്. തന്നെ മോശമായിട്ട് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഒരു മഴവില്ലെന്നൊരു വാക്ക്, ഹി ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ, അത് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേയും പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിഷേക്, വേറൊരു അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ
എൻ്റെ അനിയനെ കുറിച്ച് എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിന് പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനല്ല ഒരാളെ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ടത്. ഐ തിങ്ക് ഇറ്റ്സ് റോങ്. ഒന്നാമത് ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചെങ്കിൽ കോമഡി ആയിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ചെക്കിൻ്റെ ഞാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു. കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ. ആക്ച്വലി എൻ്റെ PR എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം, വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ ആ പേയ്മെൻറ്റ് വാടിയാനുള്ള ആൾക്കാർ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അനുമോൾക്ക് കപ്പടിച്ചതിന്റെ പേരിൽ ഹാപ്പി ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് എന്താണ് PR-ന്റെ പേരിൽ മാത്രം വിന്നറായ ഒരു ഇതായെന്നാണ് അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും കുറിച്ച് പറയാനുള്ളത്? PR-ന്റെ പേരിൽ മാത്രമാണ് അനുമോൾ ജയിച്ചത്. PR കൊടുത്തിട്ട് ജയിക്കാനായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പൈസയുള്ള കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ പോയിരുന്ന് ജയിക്കാൻ പറ്റുന്നൊരു ഗെയിമല്ലേ ബിഗ് ബോസ് അല്ലേ? PR ആർക്കാണ് ഇല്ലാത്ത? ഓൾമോസ്റ്റ് എല്ലാവർക്കും PR ഉണ്ട്. PR കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഔട്ടായി പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചിട്ട് ഇപ്പോൾ സീസൺ കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളമായി, എന്നിട്ടും ജിൻഡോ ജയിച്ചത് PR-ന്റെ പേരിലാന്ന് പറയുന്നത്. ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണിച്ചു തന്നായിരുന്നു. PR-ന്റെ ബലത്തിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ചിലർക്ക് നമ്മുടെ മനസ്സിൻ്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് പോവുക. സർവൈവൽ ഗെയിമാണ്, പല ടൈപ്പിലുള്ള ഇത് വേണം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ സ്വഭാവത്തിലെ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ. അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഒരാൾ ഇപ്പോൾ 100% എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു വിന്നർ വരിക. 100% ഒരു 5% ചിലപ്പം ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും. സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും PR എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം. അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈം അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതിലാ നൂറാന്ന് പറയുന്നത് അനുമോളുടെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ്. എന്നിട്ട് അവർ പോലും അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കുമ്പോൾ അവർ ആഘോഷിക്കുന്നില്ല. അവർ അനുമോളെ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഒരു വിന്നറായതില്ല. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു? എനിക്കറിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് വേറൊരാളുടെ കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ കണ്ടസ്റ്റന്റ് അല്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ടപ്പോൾ. അല്ലാതെ ഞാൻ ഒരു 50 ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്ന ഒരാളായിരുന്നു. ആ ഒരു ഇത് റീഎൻട്രിയുടെ സമയത്ത് കിട്ടിയില്ല. എല്ലാവരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവോ ബിഗ് ബോസ് ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അത്ര കൂളായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിൻ്റെ ഭാഗം. അതിനെക്കുറിച്ച് ഞാൻ അനുമോൾ നല്ല സ്ട്രോങ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും ഉള്ളപ്പോൾ അനുമോൾ മാത്രം അനുമോൾക്ക് PR ഉണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഇല്ലെന്ന് അകത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിട്ടില്ല. അതൊരു അനുമോളുടെ വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു, ഗെയിം കണ്ടിന്യൂ ചെയ്തു. തിരിച്ചു വരുമ്പോഴും ഇത്രയും ആൾക്കാരിങ്ങനെ വിരൽ ചൂണ്ടി പറയുമ്പോഴും ഷി വാസ് ടേക്കിംഗ് ഇറ്റ്, അക്സെപ്റ്റിംഗ് ഇറ്റ്. അത് എന്തുമാത്രം തകരാതിരിക്കാവോ അത്രയും ആ കുട്ടി പിടിച്ചു നിന്നിട്ടുണ്ട്. അത് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതിലെ പലവട്ടം ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് അതിന് ചെന്നിട്ട് അതിലേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഓൾക്ക് വേണ്ടിയുള്ള കളിയാണെന്ന് അതിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നിൽക്കുന്ന ജെന്യൂനായിട്ട് കളിക്കുന്നതാണല്ലോ. ചൂടെടുക്കുന്നു. അവസാനം അനുവിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു ഇത് തോന്നുന്നു. ഒരു മിനിറ്റ്, ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്ത് തരാമോ? ഒന്നുകൂടി ചോദിക്കാവോ? അത് വിജയത്തിന് കാരണമല്ല, പക്ഷെ അവർ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ആളെ തളർത്താനായിട്ട് ചെയ്താന്ന് തോന്നുന്നു. വിജയത്തിന് കാരണം അത് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാർ എന്തായാലും എല്ലാവരുടെയും എല്ലാ സൈഡും കണ്ടു, ആരെ ജയിപ്പിക്കണം. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവരും എങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പോൾ കണ്ടസ്റ്റൻസ് അപ്പോഴും അകത്തുണ്ട്. കൂടുതൽ ഒരാൾക്ക് ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഉള്ള പ്രതികരണം എല്ലാം കണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഒന്നും വേണ്ട ഇതെല്ലാം നിർത്തിയിട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തുന്നുണ്ടായിരുന്നു. ഈ റീ എൻട്രി ചെയ്തവര് പ്ലാൻ ചെയ്തിട്ട് കയറിയെന്ന് തോന്നുന്നുണ്ടോ? അനുവിന് എങ്ങനെ വന്നാലും കത്ത് കിട്ടരുത് എന്നൊരു ഉദ്ദേശത്തിൽ ഉണ്ടാവാം. അത് മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ PR സ്വാധീനത്തിലാണെന്ന് വിശ്വസിക്കുന്നുണ്ട്.
അങ്ങനൊന്നും തോന്നില്ല. പക്ഷെ ഒരു പ്ലാനിങ് നടന്നതായിട്ട് ലക്ഷ്മിക്ക് പ്ലാനിങ്ങിന്റെ ഇത് അങ്ങനെ ഉണ്ടാവാം. കണ്ടിട്ട് അങ്ങനെ തോന്നി. ലക്ഷ്മി അതിനോടുള്ള ആ ഒരു സമീപനം ഇപ്പോൾ മാറിയിട്ടുണ്ടോ അതോ ഇപ്പോഴും തന്നെ അതേ സ്റ്റാൻഡ് തന്നെയാണ് നിൽക്കുന്നത്? ഞാൻ എൻ്റെ നിലപാട് എൻ്റെ സ്വന്തം കാഴ്ചപ്പാടാന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ല. വീണ്ടും വീണ്ടും ചോദിക്കണ്ട, അതിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവും. ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അത് ലാലേട്ടൻ്റെ ഇഷ്ടമല്ലേ. ലാലേട്ടൻ ഗെയിമിൻ്റെ ഇടയ്ക്കും പറഞ്ഞായിരുന്നല്ലോ വെൽക്കം എന്നുള്ളത്. അവർ ഫൈനൽ സ്റ്റേജിൽ വെച്ച് ചോദിച്ചായിരുന്നു, അതൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. ലാലേട്ടൻ എല്ലാവരോടും വെൽക്കം എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയോടുള്ള ഗ്രൂപ്പാണോ അതിലെ നോയോട് അതോ അവരുടെ ഒരു സ്വഭാവത്തോടുള്ള ഗ്രൂപ്പാണോ ലക്ഷ്മിക്ക് ശരിക്കും? രണ്ട് ഇതിലും പറയാം. കുറച്ച് എനിക്ക് ഗെയിമിൻ്റെ ഭാഗമായിട്ട് സ്വഭാവത്തിലോട്ടുള്ള ഇത് ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഇത് നോർമലൈസ് ചെയ്യുന്നത് കുട്ടികളിത് അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് രീതിയിലുള്ള വിയോജിപ്പുകളും ഉണ്ട്. അത് റിയൽ ലൈഫിലോട്ട് എനിക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് ഗെയിം മാത്രം. ഇന്ന് ഗെയിം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ നെവിൻ്റെ ഒരു ഏതാണ്ട് ഇതേ ഒരു സെക്ഷനിൽ പെട്ട ഒരാളല്ലേ നെവിൻ? ഒരിക്കലും നെവിൻ അത് വോയിസ് ഔട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. ഒരിക്കലുമല്ല. കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തിട്ട് ഒന്നുമല്ല വന്നിരുന്നത്. പക്ഷെ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തു, എൻ്റെ മെസ്സേജ് കൊടുത്തു എന്നുള്ള ഉള്ളിൽ വെച്ച് ഒരിക്കലും ഞാൻ അത് കേട്ടിട്ടില്ല. നെവിൻ ഒരിക്കലും ഉള്ളിൽ വെച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ അവരുടെ ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. വോട്ടിംഗ് അല്ലേ, അവർ രണ്ടുപേരും കൂടെ അവർ രണ്ടുപേരുടെ തീരുമാനിച്ചിട്ടായിരുന്നു മിക്ക ഗെയിമും പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ ഒരാൾ പോയപ്പോഴത്തേക്കും മറ്റേ ആൾക്ക് അത്രയും സ്ട്രെങ്ത് ചിലപ്പം പോയിട്ടുണ്ടാവാം. കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം, ഒത്തിരി ഹാപ്പിയാണ്. കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു. അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അനുമോളോട് കുറച്ച് സപ്പോർട്ട് കൊടുക്കണമെന്ന് തിരിച്ചു. അതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ആരെടുത്തും ചെയ്യാൻ പാടില്ല. അനുമോളുടെ അടുത്തൊന്നല്ല, അത് ആരെടുത്താണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബുള്ളിങ്, കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അനുമോള് കപ്പടിച്ചപ്പോൾ മനസ്സിൽ നിറഞ്ഞ് സന്തോഷിച്ച ഒരു ലക്ഷ്മിയുടെ ആണ്. അത്രയും സന്തോഷമായിരുന്നു നിങ്ങൾക്ക് എന്നുള്ളത് വ്യക്തമായി. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഒത്തിരി സന്തോഷമായിരുന്നു. ഇപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ലാസ്റ്റ് കപ്പുമായിട്ട് സ്റ്റേജിലേക്ക് വന്നതിന് അനുഭവം എന്താണ് ചെവിയിൽ പറഞ്ഞോ? എനിക്ക് അതൊന്നും ബൈക്കെടുത്ത് വന്നാൽ പറയാം. എന്നാലും സന്തോഷത്തിൽ എന്നാണ് പറയുന്നത്. സന്തോഷമുള്ള കാര്യങ്ങൾ അവളോട് മാത്രമേ പറഞ്ഞത്. ശരിക്കും അനുഭവങ്ങൾക്ക് തന്നെ കത്തുന്ന പ്രതീക്ഷിച്ചിരുന്നു. ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അനീഷേട്ടനാണല്ലോ രണ്ടാമത് ഭയങ്കര എല്ലാവരും ചർച്ച ചെയ്താണ് അനീഷിനായിട്ട്. അനീഷേട്ടൻ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയുന്നത്? അപ്പോൾ അനുഭവങ്ങൾക്ക് ഒത്തിരി മോട്ടിവേഷൻ കൊടുത്തതാണ്. അപ്പോൾ രണ്ടാമത് അയാൾ ചെയ്ത് തരുന്നൊരു വേദന ഉണ്ടാവും. അയാളോട് നല്ലത് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അകത്ത് കയറിയപ്പോഴത്തേക്ക്. ഞാൻ അതെല്ലാം എല്ലാ കണ്ടു. ഇതുവരെയുള്ള കണ്ടസ്റ്റന്റുകളെ വെച്ചിട്ടുള്ള അതിലാണെങ്കിൽ പോകും. എനിക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു. ഇനി എന്താണ് സിനിമ അങ്ങനെ തന്നെയാണോ അതോ തിരിച്ച് UK പോകും? വരുവാണെങ്കിൽ മൂവീസ് ചെയ്യാം. ഇവിടെയും ജോലിയുണ്ട്, കേട്ട് പോകും. നിർത്താം. കുടുംബത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും വിഷമിക്കണം. ഓരോ പാരൻസ്, എസ്പെഷ്യലി സൊസൈറ്റി ഇപ്പോൾ മാറിച്ചിരിക്കുന്നത് അറിയാലോ. ഇപ്പോൾ എല്ലാം ലെസ്ബിയൻ ആയാലും ഹോമോസെക്ഷൽ എല്ലാം അംഗീകരിക്കണം കാരണം എന്നാലും ആ ലക്ഷ്മിയുടെ ആ സ്റ്റാൻഡാണ് ആ വീട്ടിലാണ് പ്രൗഡ് ടു കൊണ്ടോട്ടെ. ഫ്രീ ആയിക്കോട്ടെ ഫ്രീ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ബൈ. ഞാൻ വിളിക്കാം. ശരി എന്നാ, ബൈ ബൈ. താങ്ക് യു. ആരാധകരുടെ സ്നേഹമാണോ ഇത്? പണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു, ലൈക്ക് പെട്ടെന്ന് എടുത്തോട്ട് വരാം. ഇപ്പം അത് മാറിയിട്ട് ഭയങ്കര അഫെക്ഷനേറ്റാണ്. മെസ്സേജസിലൊക്കെ ഇത് കാണാനുണ്ട്. ഓക്കെ, ശരി, ബൈ ബൈ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.